ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് എൻ്റെ സ്കൂൾ ജീവിതത്തിലെ സ്കൂൾ കാലഘട്ടത്തിലെ ഏറ്റവും വേദനയുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവം എൻ്റെ ലൈഫിൽ വേണ്ടായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്ന ഒരു അനുഭവം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഹായ് ഹലോ വ്യൂവേഴ്സ്, ഞാൻ അരീബ. വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അന്ന് ഞാൻ 9ാം ക്ലാസ്സിലാട്ടോ. എൻ്റെ പേര് കഫീല എന്നായിരുന്നു. 10ാം ക്ലാസ്സിൽ നിന്നാണ് എൻ്റെ പേര് മാറ്റിയത്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. അപ്പം അങ്ങനെ മാറ്റിയതല്ല, സത്യത്തിൽ എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരുന്ന പേര് തന്നെ ഞാൻ ചൂസ് ചെയ്തത്. അങ്ങനെ ഞാൻ 9ാം ക്ലാസ് പഠിക്കുന്ന സമയം വിഷയത്തിൽ നിന്ന് വല്ലാണ്ട് തന്നെ മാറുന്നു അല്ലേ. 9ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞങ്ങളൊരു ഗവൺമെൻറ് സ്കൂളിലെ കുട്ടികളാണ്. അപ്പോൾ ഈ ഗവൺമെൻറ് സ്കൂളിൽ ഡെവലപ്മെൻറ്റൊക്കെ വരുന്നതിന് മുമ്പാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ സ്കൂളിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു അവിടെ സെറ്റ് ആവാനുള്ള രീതിയിൽ. അവിടെ ഇപ്പോൾ നല്ല പുതിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മാഷാ അല്ലാഹ്, കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അന്ന് ഞങ്ങൾ പഠിച്ച സമയത്ത് അവിടെ ഷീറ്റിട്ട 2 ക്ലാസ് റൂം ഉണ്ടായിരുന്നു. അങ്ങനെ 9ാം ക്ലാസ് പഠിച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് ആ ഷീറ്റിട്ട റൂമാട്ടോ. അപ്പോൾ അങ്ങനെ ഷീറ്റിട്ട റൂമിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, അവിടെ ചെറിയ ശബ്ദം ഉണ്ടാക്കിയാൽ തന്നെ അത് വലിയ ശബ്ദമായി പുറത്തോട്ട് വരും. അതുപോലെ പുറത്തു നിന്നുള്ള ഭയങ്കര നോയ്സൊക്കെ ഉള്ളിലോട്ട് വരും. അങ്ങനെ മൊത്തത്തിലൊരു ബഹളമായിരിക്കും ആ ഒരു ക്ലാസ് റൂം രണ്ടും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ ഷീറ്റിട്ട ക്ലാസ് റൂമിൽ ടീച്ചറില്ലാത്തൊരു പീരീഡ് ഞങ്ങളൊക്കെ എന്തോ കാര്യമായിട്ട് എഴുതുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അതിൽ ചില കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ അപ്പുറത്തെ ക്ലാസ്സിൽ ക്ലാസ് എടുക്കുന്നതിന് ഞങ്ങൾ ക്ലാസ് ശബ്ദം കാരണം അപ്പുറത്തെ ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ല പറഞ്ഞിട്ട് അവിടെ നിന്ന് മിസ്സ് ദേഷ്യത്തിൽ കയറി വന്നിട്ട് ഗേൾസ് സൈഡിലുള്ള ഗേൾസിനെ മൊത്തം അറഞ്ച കയ്യിനൊന്നുമില്ല കേട്ടോ, പുറത്തങ്ങ് അടിക്കുന്നു. എനിക്കും കിട്ടി 2 അടി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പൊളഞ്ഞു പോയി എന്നാൽ ലിറ്ററലി പറഞ്ഞാൽ നല്ല പാട് വരുമല്ലോ. അന്ന് ഈ ചൂരൽ വടിയുണ്ട്. അപ്പോൾ ചൂരൽ വടീൻ്റെ അറ്റത്ത് ഉണ്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെ ഡബ്ബറും ഇടും, കുറച്ചുകൂടെ വേദന കിട്ടാനാണ് തോന്നുന്നു. എന്നിട്ട് അതായിട്ട് കിട്ടിയത് കൊണ്ട് എൻ്റെ തുഞ്ചം പറ്റിയ സ്ഥലത്ത് എൻ്റെ പുറത്ത് പൊട്ട് വീണു കേട്ടോ. അങ്ങനെ ആ ഒരു മുറി വന്നു. ഈ വേദന സഹിച്ച് നിന്ന് കരഞ്ഞ ആകെ സീനായി. ഞങ്ങളിങ്ങനെ സഹിച്ചു നിന്നു. അതവിടെ കഴിഞ്ഞു. കാരണം നമ്മളെ ക്ലാസ്സിൽ നിന്ന് നമ്മളല്ലെങ്കിലും നമ്മളെ ക്ലാസ്സിലെ കുറച്ച് കുട്ടികൾ ചെയ്ത മിസ്റ്റേക്കിനുള്ള പണിഷ്മെൻ്റാണ്. അങ്ങനെ അത് വിട്ടു. അടി കിട്ടി. ടീച്ചറുടെ ഒരു ഫ്രസ്ട്രേഷനൊക്കെ തീർത്തിട്ട് ടീച്ചർ വീണ്ടും പോയി. അങ്ങനെ ഒരു 2-3 പീരീഡൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം സെയിം ടീച്ചറിനെ ഞങ്ങളെ ക്ലാസ്സിലോട്ട് വരികയാണ്. അപ്പോൾ ടീച്ചർ ഞങ്ങളെ സബ്ജക്റ്റ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ടീച്ചർക്ക് മനസ്സിലായി അപ്പോഴേക്കും ടീച്ചർക്ക് ചിലപ്പോൾ റിയലൈസ് ചെയ്തിട്ടുണ്ടായിരിക്കും ഈ ക്ലാസ്സിൻ്റെ പ്രശ്നമാണ് എന്നുള്ള ആ ഒരു സംഭവം തോന്നിയതുകൊണ്ടായിരിക്കാം. അന്നത്തെ ദിവസത്തെ മൂഡുകൊണ്ടൊക്കെ ആയിരിക്കാം ഞങ്ങൾ അടിച്ചിട്ടുണ്ടായിരിക്കാം. ഞങ്ങളത് വിട്ടു. എന്നാൽ ഞങ്ങളെ മൂഡിനൊന്നു എന്താ പറയുക സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ എന്തിനോ വേണ്ടിയിട്ട് അന്ന് ടീച്ചർ പറഞ്ഞു, ഇന്ന് ക്ലാസ് നമുക്ക് പുറത്ത് നിന്നാക്കാം. അങ്ങനെ ഞങ്ങളെല്ലാവരെയും കൊണ്ട് ടീച്ചർ എന്ത് ചെയ്തു, പാറപ്പുറത്തോട്ട് പോയി. പാറപ്പുറത്തത്തെ ക്ലാസ് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാട്ടോ. ഞങ്ങൾ പ്രകൃതിയിലോട്ട് ഇറങ്ങി ചെന്ന് ഒരുപാട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റോൺസ്, ഇങ്ങനെ നല്ല ഭംഗിയുള്ള പാറകളുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ ഓരോ പാറയിൽ 1-2 കുട്ടികളൊക്കെ ഇരുന്ന് ടീച്ചർ ഇങ്ങനെ ക്ലാസ് ഇങ്ങനെ എടുത്തുതരും. സോഷ്യൽ സയൻസ് ആണ്. അപ്പോൾ നമുക്കിങ്ങനെ കഥ കേൾക്കുന്ന പോലെ ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ നല്ല ഭംഗിയായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ഞങ്ങളെ സ്കൂളിൽ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പാറപ്പുറത്ത് ഇരുന്നിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. അപ്പോഴും 1-2 കുട്ടികൾ, ബോയ്സാണ്, 1-2 കുട്ടികൾ ഒരു പാറപ്പുറത്ത് നിന്ന് അടുത്ത പാറപ്പുറത്തോട്ട് ചാടുക. അങ്ങനെ ആ ഒരു പ്രായത്തിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ, ആ ഒരു ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള സംഭവങ്ങൾ, അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ടീച്ചർക്ക് അവരെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്തു, നേരത്തെ അടി കൊടുത്ത ഗേൾസിന് മാത്രമാണ്. അപ്പോൾ ടീച്ചർ അവിടെ നിന്ന് തെറ്റിപ്പോയി. അങ്ങനെ ടീച്ചർ തെറ്റിപ്പോയി. അപ്പോൾ എന്തായി, ക്ലാസ് ലീഡർ ഞാനും, അതുപോലെ എൻ്റെ ഒരു വേറെ ബോയ്സൊന്നും ഉണ്ടാവും, അതുപോലെ ഗേൾസൊന്നും ഉണ്ടാവും അല്ലേ. അപ്പം ഞാൻ ഈ ടീച്ചർ ആയതുകൊണ്ട്, കാര്യം ഈ ടീച്ചറുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഗേൾസിനോട് വല്ലാണ്ടങ്ങ് വയലൻ്റ് ആവും. ഗേൾസിനെ മാത്രം അടിക്കും. ബോയ്സിനെ അടിക്കുകയാണെങ്കിൽ അപൂർവമായിട്ട് അടിക്കുകയുള്ളൂ അല്ലേ. സാധാരണ ഗേൾസിന് അടി കിട്ടുമ്പോൾ ഗേൾസ് ഭയങ്കര ഓവർ എക്സ്പ്രഷൻ ഇടുന്നതുകൊണ്ടും കരയുന്നതുകൊണ്ടും ചെറിയ അടിക്കുന്ന ഒരുപാട് പെയിനൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നതുകൊണ്ടും അവരുടെ ടിഷ്യൂ ഒക്കെ സോഫ്റ്റ് ആയതുകൊണ്ടൊക്കെ ആയിരിക്കും അവർ. പക്ഷേ പൊതുവേ ഗേൾസിന് ചെറിയ അടിയാണ് കിട്ടുക. പക്ഷേ ടീച്ചർ ഗേൾസിന് വലിയ അടിയും ബോയ്സിന് ചെറിയ അടിയും കൊടുക്കും അല്ലേ. ചില സാർമാരൊക്കെ ബോയ്സിനെ അടിക്കുമ്പോൾ ബോയ്സ് ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ സാർമാർ നല്ല കൊടുക്കും അല്ലേ. പക്ഷേ ടീച്ചർ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. എപ്പോഴും ഗേൾസിനെ അടിക്കാം, ബോയ്സിനോടൊരു വാത്സല്യം, അങ്ങനെയൊക്കെ ആയിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെയൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ടീച്ചർ തെറ്റിപ്പോയി. സാധാരണ ടീച്ചേഴ്സ് തെറ്റിപ്പോയാൽ പിന്നാലെ ഞാൻ പോകാറാണ് ചെയ്യാറ്.
കാരണം എനിക്ക് ടീച്ചേഴ്സിനെ എന്താ പറയുക സോപ്പിട്ട് തിരിച്ച് കൊണ്ടുവരാൻ പറ്റുന്നുള്ള എനിക്കും കോൺഫിഡൻ്റ് ഉണ്ട്. അപ്പോൾ എൻ്റെ പിള്ളേർക്കും ആ ഒരു കോൺഫിഡൻ്റ് ഉള്ളതുകൊണ്ട് ഞാൻ തന്നെ പോകും. പക്ഷേ മിസ്സായതുകൊണ്ട് എന്താ ഇത് എനിക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു ഞാൻ ഇവരെ നോക്കാം, നീ എന്ത് ചെയ്യും മിസ്സിനോട് പോയിട്ട് ഇവരെ ഇവിടെ നിർത്താണോ മിസ് ഇങ്ങോട്ട് വരികയാണോ അതോ നമ്മൾ ക്ലാസ്സിലോട്ട് പോവുകയാണോ എന്നുള്ളതിന് ഒരു തീരുമാനം വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ അവനെ പറഞ്ഞയച്ചു കേട്ടോ. അവൻ പോയി 10 മിനിറ്റ് കഴിഞ്ഞു, 15 മിനിറ്റ് കഴിഞ്ഞു, ഒരു തീരുമാനമില്ല, ആളങ്ങോട്ട് കാണണേ ഇല്ല. അപ്പം പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് ക്ലാസ് പോകാമെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും ക്ലാസ് കൊണ്ടാക്കി. അങ്ങനെ അത് കഴിഞ്ഞ് ഒരു ഫ്യൂ മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം ടീച്ചർ ക്ലാസ് വന്നിട്ടോ. എന്നെ പിടിച്ച് നിർത്തിയതിന് ശേഷം ടീച്ചർ എൻ്റെ കയ്യിൽ കണ്ടിന്യൂസ് ആയിട്ട് 3 തവണ അടിച്ചു. അതിൽ 2 തവണ, അതിൽ ലാസ്റ്റത്തെ ഒരു തവണ എനിക്ക് ഈ ഒരു സൈഡിലുണ്ടല്ലോ ഇങ്ങോട്ട് പൊള്ളയിട്ട് വന്നിട്ടോ. അങ്ങനെ അടിച്ചു. കാരണം ടീച്ചർ ആ ഒരു ദേഷ്യം തീരുന്ന വരെ ടീച്ചർ എന്നെ അടിച്ചു. എനിക്കത് ഭയങ്കര ഒന്നാമത് എന്താ വെച്ചാൽ ഞാൻ ഭയങ്കര ടീച്ചേഴ്സ് പെറ്റ് അങ്ങനെയൊന്നുമില്ലെങ്കിലും അത്യാവശ്യം ടീച്ചേഴ്സിനായിട്ടൊക്കെ നല്ല കമ്പനിയുള്ള ഭയങ്കര അങ്ങനത്തെ ഒരു കുട്ടിയായിരുന്നു. അപ്പം എനിക്ക് ആ ഒരു അടി കിട്ടിയത് എന്തിനാണ് കിട്ടിയ അടിയെന്ന് അറിയില്ല. ഇപ്പം ടീച്ചർ എന്താ വെച്ചാൽ ടീച്ചർ വരുമ്പോൾ ടീച്ചർ കൂടെ തന്നെ പോരാനായിരുന്നു, അങ്ങനെ എന്തോ എന്നാണ് ടീച്ചർ ഉദ്ദേശിച്ചത്. അപ്പോൾ ടീച്ചർ എന്താ മനസ്സിൽ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നമുക്കില്ലല്ലോ. നമ്മൾ എന്താ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവനെ കൂടെ വിട്ടത്. അപ്പോൾ അവൻ വരാനും ലേറ്റായി, അങ്ങനെ എന്തൊക്കെയോ കാരണം കൊണ്ട് അടി കിട്ടി. അപ്പോഴേക്കും എൻ്റെ ക്ലാസ്സിൽ നിന്ന് കുറച്ച് ഗേൾസെങ്കിലും എണീറ്റ് നിന്ന് അവർ പ്രതികരിച്ചു കേട്ടോ. അപ്പോഴേക്കും ബോയ്സും കുറച്ചൊക്കെ എണീറ്റ് പ്രതികരിച്ചു. സ്റ്റാഫ് റൂമിൽ വിഷയത്തി ഭയങ്കര സീനായി. ഞാൻ അതൊന്നും വീട്ടിൽ പോയി പറഞ്ഞില്ല കേട്ടോ. കാരണം എനിക്ക് അടി കിട്ടിയത് പറയാൻ ഭയങ്കര മോശം. പിന്നെ എന്താ അറിയില്ല, എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അന്ന് എനിക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല. ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പുറക്ക് നല്ല വേദന ഉണ്ടായിരുന്നു. തിരിഞ്ഞ് കിടക്കുമ്പോഴൊക്കെ ഒരു വേദനയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സാധാരണ സ്കൂളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വീട്ടിൽ വന്നിട്ട് പറയുന്ന ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞില്ല കേട്ടോ. കാരണം പറയാൻ എനിക്ക് നാണക്കേടായിരുന്നു, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി. ഞാനതൊന്നും വീട്ടിൽ പറഞ്ഞില്ല കേട്ടോ. പക്ഷെ അന്ന് നേരത്തെ കയറി കിടന്നു, ഭയങ്കര വിഷമമായിരുന്നു. എന്നിട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ആ ടീച്ചേഴ്സിനോട് സംസാരിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതായത് ഇന്ന് വരെ ഞാൻ സ്റ്റാഫ് റൂമിൽ പോയിട്ട് ഒരു വാശിയിലൊരു കാര്യം സംസാരിച്ചിട്ടില്ല. അതായത് എന്നോട് ടീച്ചർ സോറി പറയണം, അല്ലെങ്കിൽ എൻ്റെ ക്ലാസ്സിലെ ഗേൾസിനോട് ടീച്ചർ സോറി പറയണം എന്നുള്ള രീതിക്ക് വാശി പിടിച്ച് മറ്റുള്ള കുട്ടികളെ കൂടെ ഞാൻ അവിടെ പോയി സംസാരിച്ചതും, പിന്നെ ചില ഡയലോഗുകളൂടെ കൂട്ടി പറയായിരുന്നു എന്നൊക്കെ നമ്മളൊരു സംഭവം കഴിഞ്ഞാൽ വിചാരിക്കില്ല. പക്ഷേ ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു, അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ മൈൻഡിലൂടെ. പിന്നെ തിരിഞ്ഞ് കിടക്കുമ്പോൾ ഒക്കെ നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഈ അടി കിട്ടിയിട്ട് മുറിവ് വീണിട്ടുണ്ട്. അപ്പം അതിൻ്റെ വേദന, സങ്കടം, കയ്യിൻ്റെ ഉള്ളനടിയിലുള്ള പാട്, അങ്ങനെ മൊത്തത്തിൽ ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. കയ്യിൽ പാടല്ലേ ഇപ്പോൾ ടീച്ചേഴ്സിന് കാട്ടിയെടുക്കാൻ പറ്റുള്ളൂ. പുറത്ത് കിട്ടിയത് ഒരുവിധം ഗേൾസിനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇതുപോലെ പറ്റിയിട്ടുണ്ടായിരിക്കും. അങ്ങനെ ആഞ്ഞങ്ങ് അടിക്കുകയാണ്. പുറത്തുകൊണ്ട് അടിക്കുമ്പോൾ ആ കിട്ടണോടത്ത് ആ എല്ലിനൊക്കെ കിട്ടിയാൽ പിന്നെ പറയണ്ടല്ലോ. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ എല്ലിനാണ്ട് കിടുങ്ങിയാൽ ഭയങ്കര വേദന ആയിരിക്കില്ലേ. അപ്പം അങ്ങനെ നല്ല വേദന ഉണ്ടായിരുന്നു എനിക്ക് അന്നത്തെ ദിവസം. അതേസമയം സങ്കടം ഉണ്ടായിരുന്നു, നിരാശയുണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് സ്റ്റാഫ് റൂമിലെത്തി ഇനി ടീച്ചേഴ്സ് എടുത്ത ആക്ഷനാണോ എന്നറിയില്ല, അതോ ഇനി കുട്ടികൾ വീട്ടിൽ പറഞ്ഞ് പി ടി എ ഇടപെട്ടതാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. പിറ്റേ ദിവസം ടീച്ചറെ കണ്ടില്ല. പിറ്റേ ദിവസം കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. പിന്നെ ടീച്ചർ പിന്നീട് ഒരു ദിവസം ക്ലാസ്സിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ ടീച്ചർ വന്നിട്ട് ടീച്ചർ ഒരു കഥ പറഞ്ഞു. ഈ സോഷ്യൽ സയൻസിൻ്റെ ടീച്ചേഴ്സ് കഥ പറയുന്നത് കേൾക്കാൻ നല്ല രസമല്ലേ, കേട്ടുകൊണ്ടിരിക്കാൻ തോന്നും. അത്ര അടി കിട്ടിയിട്ടും ഞങ്ങൾ വളരെ ശാന്തതയോടെ ക്ഷമയോടെ തന്നെ ടീച്ചർ എന്ന് പറയുന്ന ആ ഒരു കഥ കേട്ടു. ടീച്ചർ പോവാന്നുള്ള ഒരു തോട്ട് ഞങ്ങൾക്ക് വന്നു. കാരണം ഭയങ്കര ശാന്തമായിരുന്നു അന്നത്തെ ദിവസം ടീച്ചറുടെ മുഖം. ക്ലാസ് മൊത്തം സൈലൻ്റ് ആയിരുന്നു. ടീച്ചർ പറയുന്ന ആ കഥ ഞങ്ങളെല്ലാവരും ഭയങ്കര സൂക്ഷ്മതയോടെ കേട്ടിരുന്നു കേട്ടോ. അപ്പോൾ ടീച്ചർ പറഞ്ഞ കഥ ഇങ്ങനെയായിരുന്നു. ടീച്ചർ പറഞ്ഞ അത്രയും ഭംഗിക്ക് എനിക്കതിനെ അവതരിപ്പിക്കാൻ അറിയില്ല കേട്ടോ. എന്നാലും ഞാൻ പറയാൻ ശ്രമിക്കാം. അതായത് ടീച്ചർ 4ാം ക്ലാസ് പഠിക്കുന്ന സമയത്തെങ്ങാനോ ഹോംവർക്ക് ചെയ്താതെ പോയി. അപ്പോൾ ഈ ഹോംവർക്ക് ചെയ്താതെ പോയപ്പോൾ നല്ല അടിക്കുന്ന ഏതോ ഒരു മാഷുണ്ടായിരുന്നു. അപ്പോൾ ആ മാഷ് എന്ത് ചെയ്തു, ടീച്ചർ നല്ല അടി അടിച്ചു. അപ്പോൾ ആ സങ്കടത്തിൽ ടീച്ചർ എന്ത് ചെയ്തു, വീട്ടിലോട്ട് ഇറങ്ങിപ്പോന്നു, ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. അങ്ങനെ ഇറങ്ങിപ്പോന്നപ്പോൾ ടീച്ചർ വീട്ടിൽ നിന്ന് ടീച്ചറുടെ പാരൻറ്റ്, അമ്മയാണോ അച്ഛനാണോ എനിക്കറിയില്ല, അടിച്ച് വീണ്ടും എന്ത് ചെയ്തു, സ്കൂളിലോട്ട് എന്നെ പറഞ്ഞു വെച്ചു. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കഥ പറഞ്ഞപ്പോൾ ടീച്ചേഴ്സ് അടിക്കുന്നതൊക്കെ നമ്മൾ നല്ലതിനാന്നുള്ള രീതിയിലോട്ടൊക്കെ പറഞ്ഞു. അങ്ങനെ ടീച്ചർ യാത്രയൊക്കെ പറഞ്ഞു, ടീച്ചർ പോയി. അപ്പോൾ നമ്മൾ ആലോചിക്കുകയാണ്, അല്ല ഈ കഥയിൽ
ടീച്ചറുടെ അടുത്ത് മിസ്റ്റേക്ക് ഉണ്ടല്ലേ, ചെറുതാണെങ്കിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഹോംവർക്ക് എഴുതിയില്ല. പണ്ടൊക്കെ പറഞ്ഞാൽ പണിഷ്മെൻറ്റ് കുറച്ച് സ്ട്രോങ് ചെയ്യുന്നല്ലോ. പിന്നെ സാർ അടിച്ചിട്ട് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോവുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ധിക്കാര മനോഭാവം തന്നെയല്ലേ. നമ്മളൊക്കെ അടി കിട്ടിയാൽ അവിടെ നിന്ന് കൊള്ളുന്ന അത്രയും പാവം കുട്ടികളാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് അങ്ങനത്തെ മിസ്റ്റേക്കൊന്നും കാര്യമായിട്ട് വന്നിട്ടില്ല. എന്നിട്ടും നമുക്ക് ഈ ഒരു അടി കിട്ടിയതിൽ ഭയങ്കര നമ്മളെ ഉള്ളിലുണ്ട്. ഇതിലിപ്പം നമ്മൾ ചെയ്തതും ടീച്ചർ ചെയ്തതും തമ്മിൽ എന്ത് അടിസ്ഥാനത്തിലാണ് ടീച്ചർ കമ്പയർ ചെയ്തതെന്നൊക്കെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. പക്ഷെ ഒന്ന് പുറത്ത് പറയാൻ പറ്റില്ല. പക്ഷേ ടീച്ചർ പോവുകയാണ്, നമ്മൾ കാരണം ഒരു ടീച്ചർ പോവുക എന്നുള്ള അത് നമ്മളെ ഉള്ളിലൊരു വിഷമമായിട്ട് കിടന്നു. കാരണം ടീച്ചർ പോവുക, ടീച്ചർ യാത്ര ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ ടീച്ചർ പോയി. അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ടീച്ചേഴ്സിനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന, റെസ്പെക്റ്റ് ചെയ്യുന്ന ടീച്ചേഴ്സൊക്കെ തെറ്റിപ്പോയാൽ എനിക്ക് പോയി അറിയാം കേട്ടോ. ഞങ്ങളെ ഹയർ സെക്കൻഡറി പഠിക്കുന്ന സമയത്ത് ടീച്ചറുണ്ടായിരുന്നു. ടീച്ചർ ബിസിനസ് സ്റ്റഡീസിൻ്റെ ടീച്ചറാണേ. ടീച്ചർ എന്താ വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ തെറ്റിപ്പോവും. ആൾ ഭയങ്കര സ്വീറ്റാണ്, തെറ്റിപ്പോവും. പിന്നാലെ പോയി ഞാൻ പോയിട്ട് എങ്ങനെയും സൂപ്പിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും. അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളൊരു ഇത്. അപ്പോൾ ഈ ടീച്ചേഴ്സിന് എപ്പോഴും ആ ഒരു രീതിയിലോട്ട് തന്നെ ആയിരുന്നു കേട്ടോ കണ്ടിരുന്നത്, സ്നേഹത്തോടെ കരുതിയിരുന്നതൊക്കെ. പക്ഷേ ഒരു വ്യത്യസ്തമായൊരു അനുഭവമായിരുന്നു. പക്ഷേ എങ്കിലും ടീച്ചർ പോയതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. കാരണം ടീച്ചേഴ്സിൻ്റെ പ്രാക്ക് കിട്ടുമോ, അത് നമ്മളെ പഠനത്തെ ബാധിക്കുമോ, ഒരു ടീച്ചറെ മനസ്സ് വിഷമിപ്പിച്ചാൽ അങ്ങനത്തെ തോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഒരു നിലക്കും എങ്ങനെ കൂട്ടി കീച്ച് നോക്കിയിട്ടും നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മളടുത്ത് മിസ്റ്റേക്ക് വന്നിട്ടില്ല. ടീച്ചർ സോറി പറയണമെന്ന് പറയാൻ കാരണം ഇത് ആദ്യമായിട്ട് അത്രയും അടി ഒരു കാരണമില്ലാതെ അതും നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് അടിയിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാവില്ലേ. എൻ്റെ കൂടെ അത്രയും കുട്ടികൾ എനിക്ക് വേണ്ടി സംസാരിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അത് മാത്രമല്ല, ഒരുപക്ഷെ എനിക്ക് വേണ്ടിയിട്ടായിരിക്കുമല്ലോ, അവർക്കും അടി കിട്ടിയല്ലോ. അപ്പോൾ രണ്ടും പാടെ കൂട്ടിയിട്ട് ഉള്ളൊരു പ്രതികരണമായിരിക്കും. എന്തായാലും ആ ഒരു യൂണിറ്റി ഭയങ്കര ഫീലായിരുന്നു, ഭയങ്കര പ്രൗഡാണ്. പക്ഷേ ആ ടീച്ചർ പോയതിന് കാരണമായപ്പോൾ അതിൻ്റെ ചെറിയൊരു വിഷമമുണ്ട്. സ്കൂൾ കാലഘട്ടത്തിൽ നല്ലതും ചീത്തതുമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരിക്കില്ലേ. മോശം അനുഭവങ്ങൾ പിന്നീട് ആലോചിക്കുമ്പോൾ ഒരു ചെറു പുഞ്ചിരിയൊക്കെ വരും അല്ലേ. സന്തോഷമുള്ള അനുഭവങ്ങൾ ആലോചിച്ച ഒരു വിഷമവും വരും അല്ലേ. അതങ്ങനെയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.